And although he's not in her. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡിസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിന്ന് ലോ ഓഫ് ഏജൻസി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ലയബിലിറ്റി ഓഫ് എൻ ഏജന്റ്, ഏജന്റിന്റെ പേഴ്സണൽ ലയബിലിറ്റി എന്താണ്, പിന്നെ ടെർമിനേഷൻ ഓഫ് ഏജൻസി, അതിൻ്റെ പല സിറ്റുവേഷൻസ്, അതുപോലെ ഇർറിവോക്കബിൾ ഏജൻസി. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം നോക്കാം എന്തൊക്കെയാണ് ഏജന്റിന്റെ പേഴ്സണൽ ലയബിലിറ്റി ആയിട്ട് വരുന്നത്. അതിൽ ഒന്നാമത്തെ പറയുന്നത് വെദർ കോൺട്രാക്ട് എക്സ്പ്രസ്ലി പ്രൊവൈഡ്. ഇനി കോൺട്രാക്റ്റിൽ എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുണ്ട് ഏജന്റ് ലയബിൾ ആയിരിക്കും, പേഴ്സണലി ലയബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഏജന്റ് ലയബിൾ ആണ്. അല്ലെങ്കിൽ ഏജന്റ് പ്രിൻസിപ്പാളിന് വേണ്ടിയാണല്ലോ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്, അപ്പോൾ പ്രിൻസിപ്പാളാണ് ലയബിലിറ്റി എടുക്കേണ്ടതുള്ളൂ. പക്ഷെ കോൺട്രാക്റ്റിൽ പ്രത്യേകം എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുണ്ട് ലയബിലിറ്റി വരുവാണെങ്കിൽ പ്രിൻസിപ്പാളിനല്ല ഏജന്റിനാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഏജന്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് വെർ ദ ഏജന്റ് ആക്ട്സ് ഫോർ എ ഫോറിൻ പ്രിൻസിപ്പൾ. ഇനി ഏജന്റ് ഒരു എബ്രോഡുള്ള ഒരാൾക്ക് വേണ്ടി ആക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം ആ എബ്രോഡുള്ള ആൾക്ക് പകരം ഈ ഏജന്റ് തന്നെയായിരിക്കും ലയബിൾ ആയിരിക്കുന്നത്. അൺലെസ് ദർ ഇസ് എ കോൺട്രാക്ട് ടു ദ കോൺട്രറി എന്ന് വെച്ചാൽ അങ്ങനെയല്ല എന്നൊരു കോൺട്രാക്ട് വെക്കാത്തിടത്തോളം അവിടെ ഏജന്റ് തന്നെയായിരിക്കും ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുന്നത്. നെക്സ്റ്റ് വേ ദ ഏജന്റ് ആക്ട്സ് ഫോർ എൻ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൾ. ഇനി ഏജന്റ് പ്രിൻസിപ്പളിന് എഗെയിൻസ്റ്റ് ആയി അൺഡിസ്ക്ലോസ് ചെയ്തിട്ട് പ്രിൻസിപ്പൾ ഉണ്ടെന്ന് പറയാതെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണ്. അപ്പം ആ സമയത്ത് ഇപ്പം തേർഡ് പാർട്ടിയാണ് സ്യൂ ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് അതിൻ്റെ ഇടയിൽ പ്രിൻസിപ്പാളിനെ നമുക്ക് ഡിസ്ക്ലോസ് ആവുകയാണെങ്കിൽ, ഡിസ്കവർ ചെയ്യുവാണെങ്കിൽ പ്രിൻസിപ്പാളിനെയും കൂടി ലയബിൾ ആക്കാം, അല്ലെങ്കിൽ ഏജന്റിനെ തന്നെ ലയബിൾ ആക്കാം. നെക്സ്റ്റ് വെൻ ദ ഏജന്റ് ആക്ട്സ് ഫോർ എ പ്രിൻസിപ്പൾ ഹൂ കനോട്ട് ബി സ്യൂഡ്. ഇനി ഏജന്റ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, ആ പ്രിൻസിപ്പളിനെ നമുക്ക് സ്യൂ ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ പ്രിൻസിപ്പൾ ഒരു മൈനർ ആണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അൺസൗണ്ട് മൈൻഡ് ആണ്, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ പ്രിൻസിപ്പളിനെ നമുക്ക് ഒരു കേസിന്റെ ഭാഗമായിട്ട് സ്യൂ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവിടെ നമുക്ക് ഏജന്റിന് ലയബിൾ ആക്കേണ്ടി വരും. നെക്സ്റ്റ് where the agent signs a contract in his own name. ഇനി ഏജന്റ് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണ്, അവിടെ സ്വന്തം സിഗ്നേച്ചർ ഇടുവാണ്. അവിടെ പ്രിൻസിപ്പാളിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്നും പറയാതെ സ്വന്തം സിഗ്നേച്ചർ ഇട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അവിടെയും ഏജന്റ് തന്നെയായിരിക്കും ലയബിലിറ്റി എടുക്കേണ്ടി വരുന്നത്. ഇനി ബാക്കി സിറ്റുവേഷൻസ് നോക്കാം. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പറയുന്നത് where the agent acts for a principal not in existence. പ്രിൻസിപ്പാൾ എക്സിസ്റ്റൻസിലേ ഇല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി ഇൻകോർപ്പറേഷൻ കഴിഞ്ഞാൽ മാത്രമേ കമ്പനി എക്സിസ്റ്റൻസിൽ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ കമ്പനി ഇൻകോർപ്പറേഷന് മുന്നേ പക്ഷേ കമ്പനിയുടെ പേരിൽ ചിലപ്പം പ്രൊമോട്ടേഴ്സ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പ്രൊമോട്ടർ ആയിരിക്കും പേഴ്സണലി ലയബിൾ ആവുന്നത്. നെക്സ്റ്റ് where the agent exceeds his authority. ഇനി ഏജന്റിന് ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്, അതിന് എക്സീഡ് ചെയ്തിട്ട് ഏജന്റ് എന്തെങ്കിലും ചെയ്യുവാണ്, അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടീസിന് ലയബിൾ ആവുന്നത് ഏജന്റ് തന്നെ ആയിരിക്കും. പ്രിൻസിപ്പാൾ പറയാത്ത കാര്യങ്ങൾ അത് കൊടുത്തിരിക്കുന്ന അതോറിറ്റിയും കാട്ടി കൂടുതൽ എക്സീഡ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ. നെക്സ്റ്റ് പറയുന്നത് where the agent receives money by mistake or fraud. ഇപ്പം ഏജന്റിന് എവിടെന്നെങ്കിലും പൈസ കിട്ടുവാണ്, അയാൾ മിസ്റ്റേക്കിൽ കൊടുത്തതാണ്, അല്ലെങ്കിൽ ഏജന്റ് അത് ഫ്രോഡിൽ വാങ്ങിച്ചതാണെങ്കിൽ ആ തേർഡ് പേഴ്സണെ ഏജന്റിന് അഗേൻസ്റ്റ് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അതേപോലെ ഏജന്റിന് സെയിം അങ്ങോട്ടും പറ്റാം. ഏജന്റ് മിസ്റ്റേക്കിൽ ഒരാൾക്ക് പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഏജന്റിൽ നിന്ന് ഒരാൾ ഫ്രോഡിൽ പൈസ വാങ്ങിച്ചെങ്കിൽ ഏജന്റിന് അയാൾക്കെതിരെ സ്യൂ ചെയ്യാം. അവിടെ പ്രിൻസിപ്പൾ വേണമെന്നില്ല, ഏജന്റിന് ഡയറക്ട്ലി സ്യൂ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വേർ ഹിസ് അതോറിറ്റി ഈസ് കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്. അതിന് പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്തെങ്കിലും സബ്ജക്ട് മാറ്ററിൽ ഈ ഏജന്റിന് ഉണ്ടെങ്കിൽ അയാൾ പേഴ്സണലി ലയബിൾ ആയിരിക്കും. അതിന് എത്രയാണ് അയാളുടെ ഇൻട്രസ്റ്റ് അതുവരെയുള്ള കാര്യത്തിന് അയാൾ ലയബിൾ ആയിരിക്കും. നെക്സ്റ്റ് വേർ ദർ ഈസ് എ ട്രേഡ് യൂസേജ് ഓർ കസ്റ്റം. ഇനി എന്തെങ്കിലും ഒരു ട്രേഡ് യൂസേജ് അല്ലെങ്കിൽ ഒരു കസ്റ്റം ഉണ്ട്, അതിൽ ഏജന്റ് ആണ് ലയബിൾ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് ഇല്ലാത്തിടത്തോളം കാലം അവിടെ ഏജന്റ് ലയബിൾ ആയിരിക്കും. അപ്പൊ ഈ 10 സിറ്റുവേഷനിലാണ് പേഴ്സണൽ ലയബിലിറ്റി വരുന്നത് ഏജന്റിന്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടെർമിനേഷൻ ഓഫ് ഏജൻസി ആണ്. ഏജൻസി എന്ന് പറയുന്ന കോൺട്രാക്ട് എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത്? അതിൽ ഒന്നാമത്തെ പറയുന്ന ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ദ ആക്ട് ഓഫ് പാർട്ടീസിന്റെ ആക്ട് കാരണം ഏജൻസി ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ എഗ്രിമെന്റ്.
എല്ലാ കോൺട്രാക്റ്റും അങ്ങനെയാണല്ലോ, പാർട്ടീസ് എഗ്രി ചെയ്യാണ് ടെർമിനേറ്റ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ടെർമിനേറ്റ് ചെയ്യാം. അപ്പം അതാണ് ഒന്നാമത്തെ പോയിന്റ് വരുന്നത് എഗ്രിമെന്റ്. എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ് ആണ് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് പറയുന്നത് റിവോക്കേഷൻ ബൈ ദ പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാളിനെ റിവോക്കേറ്റ് ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പാളിന് പറയുകയാണ് ഈ ഏജൻസിനെ കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അത് ചില സിറ്റുവേഷൻസിൽ മാത്രമേ പറ്റുള്ളൂ. ആ സിറ്റുവേഷൻസ് പറയുന്നത് വേർ ദ ഏജന്റ് ഹസ് എക്സസൈസ്ഡ് ഹിസ് അതോറിറ്റി. ചില സിറ്റുവേഷൻസിൽ പറ്റില്ല. അപ്പോൾ അത് പറ്റാത്ത സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വേർ ദ ഏജന്റ് ഹാസ് എക്സസൈസ്ഡ് ഹിസ് അതോറിറ്റി. ഏജന്റ് അയാളുടെ അതോറിറ്റി ചെയ്ത് കഴിഞ്ഞു, അപ്പം അത് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. അയാൾ പേയ്മെന്റ് ഒക്കെ കൊടുത്ത് നോർമൽ ക്ലോസ് ചെയ്യുന്ന പോലെ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർ ദ വേ ഹി ഹാസ് പാർട്ട്ലി എക്സസൈസ്ഡ് ഹിസ് അതോറിറ്റി, അല്ലെങ്കിൽ ഏജന്റ് കുറച്ച് എക്സസൈസ് ചെയ്തു, ഫുൾ എക്സസൈസ് ചെയ്തില്ല, അയാളോട് പറഞ്ഞ കാര്യം കുറച്ച് എക്സസൈസ് ചെയ്തു, അപ്പോൾ ഇടയിൽ വെച്ച് അത് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. തേർഡ് വൺ പറയുന്നത് റിവോക്കേഷൻ ബൈ ദ ഏജന്റ്. ഏജന്റിന് വേണമെങ്കിൽ റിവോക്ക് ചെയ്യാം, പക്ഷെ റിവോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റീസണബിൾ നോട്ടീസ് കൊടുക്കണം പ്രിൻസിപ്പാളിന്. ഒരു പീരിയഡ് മുന്നേ ഞാൻ റിവോക്ക് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുത്തതിന് ശേഷം ഏജന്റിന് വേണമെങ്കിൽ ഏജൻസി ടെർമിനേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ലീഗലി ലോയുടെ പ്രകാരം ഒരു ഏജൻസി ടെർമിനേറ്റ് ആവുന്ന ചില സിറ്റുവേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞു. കോൺട്രാക്ട് എന്തിനാണോ ഏജൻസി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കോൺട്രാക്ട് അവിടെ ഇല്ല, ആ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവും. നെക്സ്റ്റ് എക്സ്പയറി ഓഫ് ടൈം. ഇനിയിപ്പോൾ നമ്മൾ കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്ന ഒരു പീരീഡിലേക്കാണ്. ഈ 2 മാസത്തേക്ക് ഇയാൾ എൻ്റെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നാണ് കോൺട്രാക്റ്റിലുള്ളതെങ്കിൽ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏജൻസി കഴിഞ്ഞു, അവിടെ ആ വർക്ക് കംപ്ലീറ്റ് ആയാലും ഇല്ലെങ്കിലും ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഏജൻസി ടെർമിനേറ്റ് ആവും. നെക്സ്റ്റ് ഡെത്ത് ഓർ ഇൻസാനിറ്റി. ഇവിടെ പ്രിൻസിപ്പാളോ ഏജന്റോ ആരെങ്കിലും മരിക്കുവോ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻസെയിൻ ആവുമോ, അങ്ങനെയാണെങ്കിൽ എന്നുവെച്ചാൽ അൺസൗണ്ട് മൈൻഡ് ആവുമോ, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏജൻസി ടെർമിനേറ്റ് ആവും. നെക്സ്റ്റ് ഇൻസോൾവൻസി. പ്രിൻസിപ്പാൾ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ ഏജൻസി ടെർമിനേറ്റ് ആവും. ഇവിടെ പ്രിൻസിപ്പാളിൻ്റെ ഇൻസോൾവൻസി ആണ് എഫക്റ്റ് ആവുന്നത്, ഏജന്റിന്റെ ഇൻസോൾവൻസി എഫക്റ്റ് ചെയ്യത്തില്ല. നെക്സ്റ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. ഇനിയിപ്പോൾ ഇതിൽ നമ്മളൊരു സബ്ജക്ട് മാറ്റർ ഉണ്ടെന്ന് വെച്ചോ, ആ സബ്ജക്ട് മാറ്ററിൻ്റെ എന്തെങ്കിലും കാര്യത്തിനാണ് ഏജൻസി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വീട് സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഏജൻസി ക്രിയേറ്റ് ചെയ്യുകയാണ്, എന്നിട്ട് അത് സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഏജന്റിനെ ഏൽപ്പിക്കുകയാണ്. ആ വീട് എന്തെങ്കിലും ഫയർ വന്ന് നശിച്ചുപോയി, അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ കോൺട്രാക്റ്റിൻ്റെ ആവശ്യമില്ല, കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവും. നെക്സ്റ്റ് പ്രിൻസിപ്പാൾ ബിക്കമിങ് എൻ ഏലിയൻ എനിമി. ഇനിയിപ്പോൾ ആ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് ഒരു എനിമി കൺട്രിയിലെ പേഴ്സൺ ആവുകയാണ്, നമുക്ക് അവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷൻ. ആദ്യം അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ പെട്ടെന്ന് അതൊരു എനിമി ആയി മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോൺട്രാക്റ്റ് അവിടെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ കോൺട്രാക്റ്റിന് അവിടെ കണ്ടിന്യൂറ്റി ഇല്ല. നെക്സ്റ്റ് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി. ഇപ്പോൾ ഒരു കമ്പനിക്ക് വേണമെങ്കിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യാം, ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ 2 സിറ്റുവേഷൻ ആണെങ്കിലും ഈ കമ്പനി ഡിസോൾവ് ആയി കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ആവും, ടെർമിനേറ്റ് ആവും. ഇപ്പോൾ ഏജന്റ് ആണെങ്കിൽ ഏജൻസി അവിടെ ഏജന്റിന്റെ റോള് കഴിഞ്ഞു അല്ലേ, അപ്പോൾ അവിടെ കോൺട്രാക്ട് ക്യാൻസൽ ആവും. അതേപോലെ അത് പ്രിൻസിപ്പൾ ആയിട്ടാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ആ സമയത്ത് പ്രിൻസിപ്പൾ ഇല്ല പിന്നെ, അപ്പോൾ പിന്നെ അവിടെ ഏജൻസി ടെർമിനേറ്റ് ആവും. നെക്സ്റ്റ് ടെർമിനേഷൻ ഓഫ് സബ് ഏജൻസ് അതോറിറ്റി. ഇനി സബ് ഏജന്റിന്റെ അതോറിറ്റി ടെർമിനേറ്റ് ആവുന്ന എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഏജന്റ് ആണ് അല്ലേ, അപ്പോൾ ഏജന്റിന്റെ എപ്പോഴാണോ ഏജന്റ് ടെർമിനേറ്റ് ആയി പോകുന്നത് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സബ് ഏജന്റിന്റെ അതോറിറ്റിയും അവിടെ തീർന്നു. ഏജന്റിന്റെ അതോറിറ്റി തീർന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ സബ് ഏജന്റിന് അതോറിറ്റി ഇല്ല, അപ്പോൾ ഓട്ടോമാറ്റിക്കലി സബ് ഏജന്റിന്റെ അതോറിറ്റിയും അവിടെ ടെർമിനേറ്റ് ആവും. ഇത്രയാണ് ടെർമിനേഷൻ ഓഫ് ഏജൻസിയിൽ വരുന്നത്. 2 നമ്മൾ പറഞ്ഞത് ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ദ ആക്ട് ഓഫ് പാർട്ടീസ്, രണ്ടാമത്തെ ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഇനി നമുക്ക് നോക്കാം ഇർറിവോക്കബിൾ ഏജൻസി. ഏജൻസി ടെർമിനേറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇർറിവോക്കബിൾ ഏജൻസി എന്ന് പറഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഏജൻസി ആണ്. ചില സിറ്റുവേഷൻസ് നമുക്ക് ഏജൻസി പെട്ടെന്ന് അങ്ങനെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പറയുന്നത് വേർ ദ ഏജൻസി ഈസ് കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്. ഏജൻസിയിൽ ഏജന്റിന്റെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇരിക്കുവാണ്, ഏജന്റിന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അതിൽ കപ്പിൾഡ് ആണെങ്കിൽ, ഏജന്റ് പ്രിൻസിപ്പളിന്റെ ഡെത്തോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഏജൻസി ടെർമിനേറ്റ് ആവില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഏജന്റിന്റെ ആ ഇൻട്രസ്റ്റ് ഫുൾഫിൽ ആകുന്നത് വരെ ഏജൻസി ടെർമിനേറ്റ് ആവില്ല. പ്രിൻസിപ്പാളിന്റെ ഇൻട്രസ്റ്റ് മാത്രമാണ് അതിലിരിക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ പ്രിൻസിപ്പാളിന്റെ ബെനിഫിറ്റ് മാത്രമുള്ള ഒരു ഏജൻസി ആണെങ്കിൽ, പേഴ്സണൽ ഇൻട്രസ്റ്റ് ഏജന്റിന്റെ ഇല്ലെങ്കിൽ അത് ഓക്കെയാണ്. ഇനി ഏജന്റിന്റെ എന്തെങ്കിലും പേഴ്സണൽ ഇൻട്രസ്റ്റ് അതിൽ കപ്പിൾഡ് ആണെങ്കിൽ, അതിൽ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു ടേം പറഞ്ഞിട്ടുണ്ട്,
ഇത് ടെർമിനേറ്റ് ആവും എന്ന സിറ്റുവേഷനിൽ പറയാത്തിടത്തോളം അത് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവില്ല. ഒരു സിറ്റുവേഷനിലും ടെർമിനേറ്റ് ആവില്ല ഏജന്റിന്റെ ഇൻട്രസ്റ്റ് ഫുൾഫിൽ ആവുന്നത് വരെ. നെക്സ്റ്റ് വേ ദ ഏജന്റ് ഹാസ് ഇൻകേർഡ് എ പേഴ്സണൽ ലാബിലിറ്റി. ഇനി ഏജന്റിന് ഒരു പേഴ്സണൽ ലാബിലിറ്റി വന്നിട്ടുണ്ട് ഏജൻസിയിൽ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പാളിന് അത് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. പേഴ്സണൽ ലാബിലിറ്റി കോമ്പൻസേറ്റ് ചെയ്യുന്നത് വരെ ഏജൻസി റിവോക്ക് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വേ ദ ഏജന്റ് ഹാസ് പാർട്ട്ലി എക്സസൈസ്ഡ് ഹിസ് അതോറിറ്റി. ഏജന്റിന് ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഏജന്റ് അത് പാർട്ട്ലി എക്സസൈസ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ വെച്ച് നമുക്കത് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇറിവോക്കബിൾ ഏജൻസി എന്ന് പറയുന്നത്. ടെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത, പ്രിൻസിപ്പലിന് അത് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഏജൻസിയാണ് ഇറിവോക്കബിൾ ഏജൻസി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിച്ചത് ലോ ഓഫ് ഏജൻസിയുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പം ഇതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് പേഴ്സണൽ ലാബിലിറ്റി ഓഫ് എൻ ഏജന്റ്. ഏജന്റിന്റെ പേഴ്സണൽ ലാബിലിറ്റി എന്തൊക്കെയാണ് എന്നാണ് പഠിച്ചത്. നെക്സ്റ്റ് ടെർമിനേഷൻ ഓഫ് ഏജൻസി. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഏജൻസി ടെർമിനേറ്റ് ആവുന്നത്. അതിൽ 2 സിറ്റുവേഷൻ നമ്മൾ പഠിച്ചത്, ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ദ ആക്ട് ഓഫ് പാർട്ടീസ്, പിന്നെ ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. നെക്സ്റ്റ് ഇറിവോക്കബിൾ ഏജൻസി. ടെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഏജൻസിയാണ് ഇറിവോക്കബിൾ ഏജൻസി. അതിൻ്റെ 3 സിറ്റുവേഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ ഏജൻസി, ലോ ഓഫ് ഏജൻസി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം കൊടുത്തിട്ടുണ്ട് ID. അതിൽ എബൌട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ID കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് പോയിട്ട് ഡൗട്ട്സ് ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.